ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യം വ്യാസഭഗവാൻ വളരെ കൃത്യമായി തന്നെ ഭാഗവതത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ ഭാഗം വായിക്കുന്ന ഏതൊരാൾക്കും ഈ കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. നമുക്ക് വ്യാസഭഗവാൻ എന്തൊക്കെയാണ് കലിയുഗത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കലികാലത്ത് ദൈവഭക്തി മനുഷ്യരിൽ വളരെയേറെ കുറയും. ദേവപൂജകളും യാഗങ്ങളും ഇല്ലാതാകും. ഭൂലോകവും സ്വർഗലോകവും തമ്മിലുള്ള ബന്ധങ്ങൾ അവസാനിക്കും. ദേവകൾ ഭൂമിയിൽ വരാതെയാകും. മഹർഷികൾ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി മറഞ്ഞു പോകും. രാജാക്കന്മാർ അധർമ്മികളായി പ്രജകളെ പീഡിപ്പിച്ച് ധനം സമ്പാദിക്കും. രാജാക്കന്മാരെ പ്രജകൾ വധിച്ചും നിഷ്കാസനം ചെയ്തും കാലാന്തരത്തിൽ രാജഭരണം അവസാനിക്കുകയും ചെയ്യും. ഭൃത്യന്മാർ യജമാനന്മാരായും യജമാനന്മാർ തെണ്ടികളായും തീരും. പുണ്യധർമാദികൾ വെടിഞ്ഞ് ധനത്തിനു വേണ്ടി മനുഷ്യർ എന്തു കഠിന പ്രവൃത്തിയും ചെയ്യും. കളവും വഞ്ചനയും വർദ്ധിക്കും. സത്യവും സദാചാരവും നാട്ടിൽ നിന്ന് മറഞ്ഞു പോകും. ആ സ്ഥാനത്ത് അസത്യവും വഞ്ചനയും തഴച്ച് വളരും. ആത്മാർത്ഥത എന്നുള്ളത് ഒരിക്കലും ആരിലും കാണുകയില്ല. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും വഞ്ചിക്കും. സ്ത്രീകൾ പുരുഷന്മാരെ തേടി അലയും. ശുദ്ധമായ പ്രേമം ദമ്പതികളിൽ കാണുകയില്ല. രതിസുഖം മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. ഭാര്യ ഭർതൃബന്ധത്തിലുള്ള അടിസ്ഥാനം രതിസുഖം മാത്രമായിരിക്കും. സ്നേഹത്തിന് യാതൊരു പ്രാധാന്യവും ഉണ്ടാവുകയില്ല. സുരതം സുഖമെന്ന് കണ്ട് പത്നിയുടെ സഹോദരിമാരെയും മാതാവിനെയും, എന്തിന് സ്വന്തം സഹോദരിയെപ്പോലും മൃഗത്തെപ്പോലെ മനുഷ്യൻ ഭോഗിക്കുവാൻ തുടങ്ങും. കാര്യസാധ്യത്തിനു വേണ്ടി മാത്രമായിരിക്കും മാതാപിതാക്കൾ പുത്രന്മാരെ സ്നേഹിക്കുന്നത്. മക്കൾക്കും മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാകുന്നതല്ല. ധനമുള്ളവൻ പെരിയവനായിത്തീരും. ധനത്തിനു വേണ്ടി എന്ത് അധർമ്മവും ചെയ്യുവാനും മനുഷ്യൻ മടിക്കുകയില്ല. സ്ത്രീവധം, ബാലവധം, ബ്രാഹ്മണവധം മുതലായവയും അതിനുവേണ്ടി നടക്കുക തന്നെ ചെയ്യും. ദ്രവ്യം ആർക്കും ഉപയോഗപ്രദമാകാത്ത വിധം മണ്ണിൽ കുഴിച്ചിട്ട് ദ്രവ്യനാശവും അവർ വരുത്തും. സമ്പാദ്യം മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശം. മനുഷ്യായുസ് അന്ന് വളരെ കുറയും. എങ്കിലും ആശയ്ക്ക് അതിരില്ലാതെയാകും. ബ്രാഹ്മണവൃത്തിക്കും അന്ന് കോട്ടം തട്ടും. പൂണുനൂൽ മാത്രമായിരിക്കും ബ്രാഹ്മണൻ എന്നുള്ളതിൻ്റെ അടയാളം. ജപ ധ്യാനാദികളും ശുദ്ധമായ സാത്വിക ജീവിതവും അവർ വെടിയും. സന്യാസിമാർ കപടവേഷധാരികളായി തീരും. ഉദരപൂരണത്തിനു വേണ്ടി താടിയും ജടയും വളർത്തി കാഷായവും ധരിച്ച് അവർ തീർത്ഥാടനത്തിന് ഇറങ്ങും. മാദകമായ മദ്യത്തിൽ മനുഷ്യന് ആസക്തിയുണ്ടാകും. മധുവും മധുവാണിയും വശീകരണ ഉപാധികളായിത്തീരും. ഗുരുശിഷ്യ ബന്ധത്തിന് നാശം സംഭവിക്കും. തരം കിട്ടിയാൽ ഗുരുപത്നിയെ ശിഷ്യനും ശിഷ്യപത്നിയെ ഗുരുവും പരിഗ്രഹിക്കും. പ്രകൃതിയോട് പോലും മനുഷ്യൻ മത്സരത്തിനു തയ്യാറാകും. തന്മൂലം പ്രകൃതി കോപങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും. കാലാകാലങ്ങളിൽ മഴയില്ലാതെ കൃഷി നശിക്കും. അതുമൂലം ദാരിദ്ര്യം വർദ്ധിക്കും. മനുഷ്യൻ്റെ ആയുസ് പോലെ അവൻ്റെ ദേഹബലവും കുറയും. വേദങ്ങളെയും പുരാണങ്ങളെയും കള്ളച്ചരക്കാക്കി കണക്കാക്കുകയും
ദൈവത്തിനെ തന്നെ മനുഷ്യൻ പരിഹസിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ പാഷാണ്ഡികളായ മനുഷ്യർ കലിയുഗത്തിൽ വർദ്ധിക്കും. പ്രകൃതികോപം മൂലമുണ്ടാകുന്ന നാശങ്ങളും അകാല മരണങ്ങളും പല വിധത്തിലുള്ള രോഗങ്ങളും ആ കാലത്ത് കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി പണ്ടത്തെ പോലെ വിളയുകയില്ല. വൃക്ഷങ്ങൾ വേണ്ടവണ്ണം കാഫലം തരില്ല. ദാരിദ്ര്യം വർദ്ധിച്ച് എവിടെയും കലാപങ്ങൾ ഉണ്ടാകും. വീടുകൾ അങ്ങാടി പോലെയാകും. കച്ചവടക്കാർ കൊള്ളലാഭം എടുക്കുകയും കുബേരന്മാരായി തീരുകയും ഒടുവിൽ സ്വയം നശിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഇങ്ങനെയൊക്കെ ഭാഗവതത്തിൽ കലികാലത്തിൽ സംഭവിക്കുമെന്ന് എഴുതി വച്ചിട്ടുണ്ട്. നമ്മളൊന്ന് നോക്കുക, നമ്മുടെ ചുറ്റുപാടും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇല്ലേ? കുടിവെള്ളം പോലും വിലയ്ക്ക് വിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ലോകം. ധർമ്മമില്ല, മനുഷ്യരു തമ്മിൽ ബന്ധങ്ങളില്ല, പരസ്പരം കലഹിക്കുന്നു. ശുദ്ധവായു പോലും ഇനി വേണമെങ്കിൽ കാശു കൊടുത്താലേ കിട്ടൂ എന്ന അവസ്ഥ വരും. രാജാക്കന്മാർ അടിമകളായിത്തീരും. ഭൃത്യന്മാർ ഭരിക്കും. അവരുടെ സുഖത്തിനു വേണ്ടി ഭരിക്കും, പ്രജകളെ നോക്കില്ല. എന്തൊക്കെ കാര്യങ്ങളാണ്? മനുഷ്യൻ തമ്മിൽ തല്ലുന്ന കാര്യം, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള കാര്യം, അങ്ങനെ ഇന്നത്തെ കാലത്തിൽ നടക്കുന്ന സകലവിധ കാര്യങ്ങളും ഭാഗവതത്തിൽ കലികാല വർണ്ണന എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നടക്കാതിരിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അല്ലേ? കൃഷിയില്ല, യുദ്ധമാണ്. മനുഷ്യൻ്റെ സ്വഭാവം മാറി. യാഗങ്ങളില്ല, പൂജകളില്ല, ദൈവം തന്നെയില്ല എന്ന് പറയുന്ന മനുഷ്യർ, എന്ത് അധർമ്മവും പ്രവർത്തിക്കുന്ന മനുഷ്യർ. മനുഷ്യൻ്റെ ആയുസ് കുറയുന്നു. സന്യാസിമാർ എന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ആളുകൾ ധനം സമ്പാദിച്ചു കൂട്ടുന്നു. ഇന്ന് പല ബാങ്കുകളിലും അവകാശികളില്ലാത്ത ധാരാളം ധനം കെട്ടിക്കിടപ്പുണ്ട്. അവകാശികളില്ല, നിങ്ങൾ ബാങ്കിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി. അവകാശികളില്ലാതെ ധാരാളം പണം പല പല ബാങ്കുകളിലായി കിടപ്പുണ്ട്, പ്രത്യേകിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ. അവകാശികളെ പോലും വെക്കില്ല. സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കാതെ, കൂടപ്പിറപ്പുങ്ങൾക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കാതെ, പാവപ്പെട്ടവന് ഒരൽപ്പം ദാഹജലം കൊടുക്കാതെ ഉണ്ടാക്കി സമ്പാദിച്ചു കൊണ്ടുവന്ന് വെച്ച പൈസ അവകാശികളെ പോലും വെക്കാതെ ധാരാളം പണം പല പല സ്ഥലങ്ങളിലും ഉണ്ട്. സമ്പത്ത് കുഴിച്ചിടും, അവസാനം അങ്ങ് മരിച്ചു പോകും. ഇത് കുഴിച്ചിട്ടിരിക്കുന്നു അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവകാശികൾക്ക് പോലും അറിയില്ല. ആർക്കും ഇല്ലാതെ പോകും. ഇതൊക്കെ വളരെ കൃത്യമായി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഭാഗവതത്തിലെ കലികാല വർണ്ണന. അതുകൊണ്ട് ഈ ഭാഗം മനസ്സിലാക്കി കഴിയുന്നതും ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായി ശ്രദ്ധിക്കുക. വീടുകൾ കച്ചവട സ്ഥാപനങ്ങളാകും, അതുവരെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക അല്ലേ? ഓരോ വീടുകളും ഇന്ന് കച്ചവട സ്ഥാപനങ്ങളാണ്. നമ്മളതും ഇപ്പോൾ കാണുന്നു അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.